മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ മാനെ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ ഒന്ന് വന്നാട്ടെ തെല്ലു നിന്നാട്ടെ നാണമെന്തേ ചൊല്ല് ചൊല്ല് നാവിറങ്ങിപ്പോയോ മാനെ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ ലോട്ടസൊത്ത മീടിയാൽ ചാട്ടുളി നീ എറിഞ്ഞാൽ ആ പോകൻ വില്ല തനു ഞാൻ പോറണ്ടിയാൽ തഴുകും ഡോൺഗോ മണ്ടി പെണ്ണെ മയിലേ എന്നോടൊന്നു സ്തിക്കൂടെ കുയിലേ ഓടിവാ കരളെ പെണ്ണാളെ പാടിവാ ലൗഗാനം ഓടിവാ കരളെ പെണ്ണാളെ പാടിവാ ലൗഗാനം നാണമെന്തേ ചൊല്ലോ ചൊല്ലോ നാവിറങ്ങിപ്പോയോ മാനേ പുള്ളി മാനേ കസ്തൂരി മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ ഒന്ന് വന്നാട്ടെ തെല്ലു നിന്നാട്ടെ നാണമെന്തേ ചൊല്ല് ചൊല്ല് നാവിറങ്ങിപ്പോയോ മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ ൊത്ത കവിളിൽ ഗോൾഡൻ നുണക്കുഴിയിൽ ആ പ്രേമത്തിന്റെ ഹണിയോ കോപത്തിന്റെ കെണിയോ ഡോൺഗോ പൊൻകിനാവിൻ തളിരേ മാറാതെ നീ എന്റെ മൈൻഡിൻ കുളിരേ ഓടിവാ കരി ഫിഷ് കണ്ണാളെ പാടിവാ ലൗഗാനം ഓടിവാ കരി ഫിഷ് കണ്ണാളെ പാടിവാ ലൗഗാനം നാണമെന്തേ ചൊല്ലോ ചൊല്ലോ നാവിറങ്ങിപ്പോയോ മാനേ കലമാനേ കനകമാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ ഒന്ന് വന്നാട്ടെ തെല്ലു നിന്നാട്ടെ നാണമെന്തേ ചൊല്ല് ചൊല്ല് നാവിറങ്ങിപ്പോയോ മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ തകർത്തു മോനെ നീ. താങ്ക് യു. ഒരു സ്റ്റെപ്പ് ഒന്ന് കാണിച്ചത്. ഇതെന്താ കാണിച്ചത്? വേവ്. ഒന്ന് ആ വേവ് ഒന്നുകൂടെ കാണിച്ചേ നീ. പകുതി വരെ ഓക്കെ, അത് കഴിഞ്ഞാൽ വേവ് എങ്ങോട്ടോ പോവുക. അതെന്തില്ല, വേവ് അങ്ങോട്ട് ഒഴുകി പോണം, പകുതിക്ക് വെച്ച് നിക്കാൻ പാടില്ല. ഫ്ലെക്സിബിൾ ഇല്ല ഈ കൈക്ക്. എനിക്ക് അവിടെ നിന്ന് പേടിനി അവൻ കരിഞ്ഞു പോവോളം. സൂപ്പർ. അപ്പൊ എന്തായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ചോദിച്ചു നോക്കാം. ഓക്കെ ചേച്ചി. അഭിനവ് അടിപൊളിയായിരുന്നു. ഇതെന്താ ഞാൻ മാഷ് യെസ് എന്ന് പറഞ്ഞ പോലെ അല്ല. നല്ല നല്ല കാര്യങ്ങൾ പറയാൻ വരുവാ. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ആന്റി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, വിളിച്ചോ, എന്താണ് വിളിച്ചോ, സാറിന് വിളിക്കാണ്ടിരുന്നു. അതെ, സാറ് എന്ത് വേണേ വിളിച്ചു, കുഴപ്പമില്ല.
പക്ഷെ എനിക്ക് ആ കോസ്റ്റ്യൂം തൊട്ട് ചെയ്ത സ്റ്റെപ്സ് തൊട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് തൊട്ട് ഓരോ പ്രാവശ്യം ഓരോ എൻഡിങ് ആ മാനേ മധുര എന്ന് പറഞ്ഞ നിർത്തില്ലേ, അപ്പോൾ അതിൽ ഓരോ കൈയൊക്കെ വീശി ഇങ്ങനെ ഓരോ സ്റ്റെപ്സൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒരു മൊത്തം ടോട്ടൽ എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആണ് താങ്കൾ. താങ്ക് യു. നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. എടുത്തു പറയാൻ മാത്രം ഒരു ലൈനിനൊന്നും പറയാൻ പറ്റില്ല. എവിടെയോ ഒരു ആപ്പിളിന്റെ ഒരു കഷ്ണം മാത്രം മുറിഞ്ഞു പോയി. മറ്റേ ആപ്പിളിന്റെ ലോഗോയിൽ ഒരു പീസ് ആരോ കടിച്ചെടുത്ത പോലെ അതില് മാത്രം കേട്ടില്ല, പിള്ളു മാത്രമേ കേട്ടുള്ളൂ. പിന്നെ നമ്മൾ കളിച്ചൊരു മയത്തിൽ വന്നപ്പോ മൈക്ക് വെക്കാൻ മറന്നു. നല്ലൊരു കാര്യം. ഫോക്കസ് ചെയ്യണം, എത്ര തവണ പാട്ടൊന്നും കേൾക്കണമെന്നില്ലല്ലോ. ബട്ട് അടിപൊളിയായിരുന്നു. ഓസം പെർഫോമൻസ്. ഒരു ആള് പെർഫോം ചെയ്യുന്നത് കേട്ടിട്ട് അവിടെ നിന്ന് അത്രയും പിള്ളേർ ഇറങ്ങി വന്ന് അവിടെ ഡാൻസ് കളിച്ചില്ലേ, ദാറ്റ് ഈസ് ഇറ്റ്. അതാണ് മോന്റെ ജയം. യു ഓൾറെഡി വൺ. താങ്ക് യു മാം. അത്രേ ഉള്ളൂ. യെസ്. ഷാനിക്ക. അഭിനവ് അടിപൊളിയായിരുന്നടാ. താങ്ക് യു സർ. ശരിക്കും ആ സ്റ്റേജ് അഭിനവ് കയ്യിലെടുത്തു. കണ്ണക്കുരുട്ടി കണ്ണട ഇനി മാറ്റിക്ക, കുറച്ചേരം നിന്റെ എക്സ്പ്രഷനെ കാണട്ടെ ഞങ്ങള്. അപ്പം ഭയങ്കര എനർജി ആയിരുന്നു. ഓക്കെ സർ. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത്, ഇപ്പൊ അവസാനത്തെ പല്ലവിയൊക്കെ ആയപ്പോഴേക്കും സാധാരണ രീതിയിൽ ഇത്ര ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് പല്ലവിയൊക്കെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഗ്യാസ് ഔട്ട് ആവും. പക്ഷെ അതൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. ശരിക്കും അഭിനവിന്റെ ഒരു പ്ലസ് പാടുന്ന പോലെ ഉണ്ടായത്. ഭയങ്കര കറക്റ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും പോയത്. നന്നായിട്ട് പാടി, നല്ല എനർജി ഉണ്ടായിരുന്നു. അപ്പം ഗംഭീരം മോനെ, അടിപൊളി. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. അഭിനവ് സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു സർ. താങ്ക് യു. അഭിനവിന്റെ ആ ഒരു ഗ്രോത്ത് ഇങ്ങനെ എനിക്ക് കാണുന്നുണ്ട്. അഭിനവിന്റെ കഴിഞ്ഞ റൗണ്ട്സിൽ നിന്ന് ഇതിൽ വന്നപ്പോൾ ഉള്ള ആ ഒരു ചേഞ്ച് അതിലാണ് നമ്മൾ അങ്ങനെ അഡാപ്റ്റ് ചെയ്യണം. ഓരോ റൗണ്ട് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യണമെങ്കിൽ പെർഫോം ചെയ്യുക, മെലഡി എങ്കിൽ മെലഡി, അതിനനുസരിച്ച് അങ്ങനെ അഡാപ്റ്റ് ചെയ്ത് പോകാനുള്ളൊരു കഴിവ് അഭിനവിനുണ്ട്. സോ ഈ പറഞ്ഞതുപോലെ ഒരു ഫൺ ഉണ്ടാക്കി ഇവിടെ നമ്മളത് എങ്ങനെ കൊണ്ടുപോകുന്നു, ആ ഒരു ഓറ ക്രിയേറ്റ് ചെയ്ത് അഭിനവ് അടിപൊളിയായിട്ട് നല്ല സോങ് സെലക്ഷനും പറ്റിയൊരു പാട്ടായിരുന്നു ഈ റൗണ്ടിന്. പിന്നെ വലിയ പിച്ചിങ് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് ഇത് പിച്ച് ഒറിജിനൽ പിച്ചാണോ? അല്ല ഇത് ബി കുറച്ച്. നീ എന്തിനാ കുറയ്ക്കുന്ന എപ്പോഴും? അങ്ങനെ പാടുമ്പോ എനിക്ക് നന്നായിട്ട് പാടാൻ കഴിയും. നന്നായിട്ട് തോന്നലായിരിക്കും ചിലപ്പം. നമ്മൾ ഒറിജിനൽ പകുതിയൊക്കെ മനസ്സിന്റെ ഒരു ഇതും അതാണ് കേട്ടോ അതിനകത്ത്. ഒറിജിനൽ സ്കെയിൽ മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ. ഓക്കെ, സെക്കൻഡ് സ്റ്റാൻസയുടെ ടോപ്പ് ഒന്ന് പഠിക്കേ. ഓടിവാ കരളെ പെണ്ണാളെ. ചുമ്മാ പാടും. എപ്പോഴും പിച്ചിങ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പം എസ്പെഷ്യലി ഫാസ്റ്റ് നമ്പേഴ്സിന് നമ്മൾ പിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു പഞ്ച് പോവും. അതിന്റെ ആ ഒരു ത്രോ ഉണ്ടല്ലോ ഒരു സോങ്ങിന്റെ. അപ്പൊ എനിക്ക് അത് മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. സോ കീപ് ഗോയിങ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം പറയേണ്ടെന്ന്, നമ്മളുടെയൊക്കെ പേരൻസിന് ഉണ്ടാവുമല്ലോ, നമ്മൾ ഇതുപോലൊരു വേദിയിലൊക്കെ വന്ന് പാടുമ്പോൾ അതിൻ്റെതായ സന്തോഷവും പ്രൗഡ് മൊമെന്റ് ഒക്കെ എല്ലാ പേരൻസിനും ഉണ്ടാവും. അഭിനവിന്റെ അമ്മയ്ക്ക് അവനൊന്ന് വന്ന് പാടിയാൽ മതി എന്നുള്ളൊരു ഒരു കാര്യം മാത്രമായിരുന്നു ഏറ്റവും കൂടുതൽ. അത് കറക്റ്റായിട്ട് നമുക്ക് അബിയുടെ അമ്മയുടെ തന്നെ ചോദിക്കാം. മോന് ഒരു 9 മാസം വരെ പാടാൻ പറ്റാണ്ട് വോയിസ് പോയ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഒരു രവീന്ദ്ര സംഗീതോത്സവം എന്ന് പറഞ്ഞ ഒരു വലിയ വേദിയിൽ ഒരുപാട് പ്ലേബാക്ക് സിംഗേഴ്സും ഒരുപാട് സിംഗേഴ്സൊക്കെ ഉള്ളൊരു വലിയ വേദിയിൽ മോന് സെലക്ഷൻ കിട്ടി. ഓഡിഷനെ കഴിഞ്ഞ് സെലക്ഷൻ കിട്ടി. അവിടെ പാടാൻ കൊണ്ട് നിർത്തി. വേദിയിൽ കയറിയ സമയത്ത് മോന് പാടാൻ പറ്റുന്നില്ല, ശബ്ദം വരുന്നില്ല, കാറ്റ് മാത്രമേ പുറത്ത് വരുന്നുള്ളൂ. അപ്പം എല്ലാവരും കൈതപ്രം തിരുമേനിയൊക്കെ ഉള്ളൊരു വേദിയായിരുന്നു. അപ്പം സുഖമോ ദേവിയായിരുന്നു അന്ന് മോൻ പാടിയത്. അപ്പോൾ ഇത് ഒട്ടും പറ്റുന്നില്ല. പക്ഷേ അവനിങ്ങനെ അവസാനം വരെ ഇത് തീരുന്നത് വരെ അവൻ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു, തീരെ പറ്റാണ്ട്. അങ്ങനെ രവിശങ്കർ സാറുണ്ടായിരുന്നു പ്ലേബാക്ക് സിംഗർ. അപ്പോൾ രവിചേട്ടൻ കൂടെ സ്റ്റേജിൽ കയറി അവനെ ചേർത്ത് നിർത്തി. ഇവനിങ്ങനെ കരയാറായി ഇങ്ങനെ വിങ്ങി പൊട്ടണുണ്ടായിരുന്നു. എനിക്കത് കാണാൻ പറ്റില്ല, ഞാൻ പുറത്തിറങ്ങിപ്പോയി. അങ്ങനെ രവിചേട്ടൻ കൂടെ അവനെ സപ്പോർട്ട് ചെയ്ത് അവനത് തീരുന്നത് വരെ അവൻ എങ്ങനെയൊക്കെയോ അത് പാടി. അതിനുശേഷം പിന്നെ തീരെ പാടാൻ പറ്റാണ്ടായി. കാറ്റ് മാത്രമേ പുറത്തു വരുള്ളൂ, പാടാൻ പറ്റില്ല. അവിടുന്ന് വരുന്ന വേദിയാണിത്. അപ്പം ഞങ്ങൾക്കിത് ഒരു സ്വപ്നം ആയിട്ടുള്ളൊരു വേദിയാണിത്. ഒട്ടും പറ്റില്ല, ഒരു വരി പോലും പാടാൻ പറ്റാണ്ട്
ഞാൻ പറയുമായിരുന്നു അവൻ ആരെയും ഫ്രണ്ടിൽ പാടാൻ പേടിയായിരുന്നു, ശബ്ദം വരില്ല. അപ്പം ഞാൻ അവനെ റൂം അടച്ചിട്ട് എൻ്റെ അടുത്തിരുത്തിയിട്ട് ഞാൻ പറയും, നീ പാടിക്കോ, അമ്മയല്ലേ കേൾക്കുന്നത്, നീ എങ്ങനെ പാടിയാലും അമ്മയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ സ്വരങ്ങൾ പാടിപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് അവൻ ശ്രമിച്ചാണ് ഇപ്പം ഇവിടെ എത്തിയത്. ഇപ്പം എനിക്ക് അവനെ ബോധ്യപ്പെടുത്തണമായിരുന്നു, നിനക്ക് പറ്റും, നിനക്കൊരു പാട്ട് പാടാൻ പറ്റുമെന്ന് അവനെ കാണിക്കണമായിരുന്നു. എനിക്ക് അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാനിവിടെ കൊണ്ടുവന്ന് പാടിയപ്പം അവനത് പറ്റി. അവിടെ അന്നുണ്ടായിരുന്ന ഓഡീഷൻ ഉണ്ടായിരുന്ന ജഡ്ജസ് നല്ല കമൻസ് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് സെലക്ട് ആവുമെന്ന് ഒന്നും പക്ഷെ എനിക്ക് അതൊന്നും എൻ്റെ മൈൻഡിലേ ഇല്ല. എനിക്ക് അവനെ ബോധ്യപ്പെടുത്തണം, നിനക്കതിന് പറ്റും, നിനക്ക് പാടാൻ പറ്റുമെന്ന്. ഇവിടുന്ന് ഈ സൂപ്പർ സ്റ്റാറിൻ്റെ ഇതിന് സെലക്ഷൻ കിട്ടിയെന്നൊരു കോൾ വന്നപ്പം എനിക്ക് അത്രയും സന്തോഷം ഉണ്ടായ വേറൊരു മൊമെന്റ് ആ കോളായിരുന്നു. എന്താ പറയണ്ടെന്ന് അറിയില്ല. ഒരുപക്ഷെ എൻ്റെ അമ്മയെ ഇതുപോലെ എനിക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും ഇപ്പം ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഓൾ ദി ബെസ്റ്റ്, അടിപൊളിയാവട്ടെ. താങ്ക് യു സർ, താങ്ക് യു. എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയെ നമുക്കൊന്ന് ഈ ഫ്ലോറിൽ നിർത്താം. ഒന്ന് വരുമോ രണ്ടേ? അന്ന് പാടാൻ പറ്റാതെ നമുക്ക് ഇവിടെ ഒരു 2 ലൈൻ പാടിക്കാം. യെസ്. സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ സുഖമോ, സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ സുഖമോ. സൂപ്പർ. താങ്ക് യു. ഇപ്പൊ നല്ല സുഖമില്ലേ? നല്ല സുഖം. അപ്പൊ എന്തായാലും സുഗമോ ദേവി പാടി സ്ഥിതിക്ക് നമുക്ക് സുഖമായിട്ട് ആ മാർക്കൊന്ന് ചോദിക്കാം. അറിയാം. അറിയാം. ഓക്കെ, ഹരിച്ചേട്ടാ. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ആ ഗ്രോത്ത് അഭിനവിൻ്റെ സിംഗിങ്ങിൽ കാണുന്നുണ്ട്. അപ്പം കഴിഞ്ഞ റൗണ്ടിനേക്കാളും ഞങ്ങൾ അന്ന് റിവീൽ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഇത്തവണ അതിലും മാർക്സ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും. സോ യു ആർ ഗെറ്റിംഗ് 8.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക? സെയിം 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി? ഞാനും 8.5 തരുന്നു. ഓക്കെ, Thank you, താങ്ക് ma'am. യു ചേച്ചി. 25.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ പോട്ടെ, അടുത്ത പാട്ടും നമുക്ക് അടിപൊളിയാക്കണം. ഓക്കെ, Okay. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.